അപ്പോൾ ഗെയ്സ് താണ്ടെ നമുക്ക് വെറും 4 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നല്ല ഉഗ്രനൊരു സംഭവം ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതാണ്ട് ഗോതമ്പ് പൊടി ഇല്ലാത്ത വീടുകൾ കാണത്തില്ല. അപ്പോൾ നമ്മുടെ വീട്ടിലെ അടുക്കളയ്ക്കുള്ളിൽ ഉള്ള സംഭവങ്ങൾ തന്നെ വെച്ചിട്ട് നമുക്ക് അടിപൊളി ഉഗ്രനൊരു സംഭവം ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് ഇൻസ്റ്റാഗ്രാമിലൊരു കുട്ടി ചെയ്യുന്ന കണ്ടിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അന്ന് തൊട്ടേ ഞാൻ ആഗ്രഹിക്കുന്നതാണ് എനിക്കൂടെ ഒന്ന് ചെയ്ത് നോക്കാം, ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന്. അപ്പോൾ എനിക്കത് സക്സസ് ആയതുകൊണ്ടാണ് കേട്ടോ നിങ്ങളെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരുന്നത്. അപ്പോൾ വേണ്ടുന്ന സംഭവങ്ങളെന്ന് വെച്ചാൽ നമുക്ക് ഗോതമ്പ് പൊടി വേണം, പിന്നെ നാരങ്ങാനീര് വേണം, അതിനുശേഷം നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പ്. അപ്പോൾ ഈ ഇത്രയും 4 ഇൻഗ്രീഡിയൻസ് മതി കേട്ടോ ഇത് തയ്യാറാക്കാനായിട്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നല്ല രീതിയിൽ യോജിപ്പിക്കുക. എൻ്റെ കയ്യിൽ കുറച്ച് പച്ച നാരങ്ങ ആയിപ്പോയി, അതാണ് കേട്ടോ നീരിന് ഇച്ചിരി പ്രയാസം ഉണ്ടായിരുന്നു വരാനായിട്ട്. അപ്പോൾ എൻ്റെ വിളക്കിൻ്റെ അവസ്ഥ നിങ്ങൾ കണ്ടല്ലോ. ഇത് തട്ടമാണ്, വിളക്ക് വയ്ക്കുന്ന തട്ടമാണ്. കുറച്ച് ദിവസമായി ഞാൻ വിളക്കിൻ്റെയൊക്കെ ഒന്ന് തേച്ചിട്ട്. അപ്പോൾ നമുക്കിത് ഈ ഒരു മിശ്രിതം വെച്ചിട്ട് നമുക്ക് ഈ തട്ടം ഒന്ന് നല്ല രീതിയിൽ തേച്ചെടുക്കാം കേട്ടോ. തട്ടത്തിനകത്ത് നല്ല രീതിയിൽ എണ്ണയുടെ കറയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിതാണ്ട് നല്ല രീതിയിൽ ഈ ഒരു മിശ്രിതം വെച്ചിട്ട് തേച്ചെടുക്കാം കേട്ടോ. അപ്പം ഇത് തേച്ച് വേണ്ടേ ഇപ്പോഴത്തെ എൻ്റെ തട്ടത്തിൻ്റെ അവസ്ഥ ഉണ്ടല്ലോ, സൂപ്പറായിട്ട് കറകളെല്ലാം പോയിട്ടുണ്ട്, ഉഗ്രനാണ് കേട്ടോ. എല്ലാവരും ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എല്ലാവരുടെയും അടുക്കളയിൽ ഉണ്ടാകുന്ന സാധനങ്ങൾ തന്നെയാണ് ഇതെല്ലാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ, അടിപൊളിയാണ്. നമുക്ക് സബീനാപ്പൊടിയൊക്കെ ഇട്ട് തേക്കുന്നതിനേക്കാളും ഇത്തിരി കൂടെ ഒക്കെ നിറം കിട്ടും കേട്ടോ ഈ ഒരു സംഭവം വെച്ചിട്ട് ചെയ്താൽ. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വേണ്ടുന്ന സാധനങ്ങൾ ഗോതമ്പ് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ നമ്മുടെ നാരങ്ങയുടെ നീര്, ഉപ്പ്. ഈ ഒരു 4 ഇൻഗ്രീഡിയൻസ് മതി കേട്ടോ. അപ്പോൾ എല്ലാവരും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എൻ്റെ വീഡിയോ ഫസ്റ്റ് ടൈം കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, ടാറ്റാ.